ഇനിയാണ് കിടുകിടില അച്ഛൻ വേഷം നമ്മൾ കാണാൻ പോകുന്നത്. പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ അച്ഛൻ ശ്രീനിവാസൻ അല്ലേ. ശ്രീനിവാസന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അയ്യോ അച്ഛാ പോകല്ലേ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു അച്ഛനേ ഉള്ളൂ. അത് പുള്ളി തന്നെയാണ്, ശ്രീനിവാസൻ തന്നെയാണ്. ശ്രീനിവാസന്റെ ഇനി യഥാർത്ഥ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ പുള്ളിയുടെ മകൻ വിനീത് ശ്രീനിവാസന്റെ പുതിയൊരു ചിത്രം വരുന്നു. അഭിനയിച്ച ചിത്രമല്ല, പകരം വിനീത് ശ്രീനിവാസൻ സംവിധായകനാകുന്നു അച്ഛന്റെ പാത പിന്തുടർന്നുകൊണ്ട്. ഈ ചിത്രം നിർമ്മിക്കുന്നത് നമ്മുടെ ദിലീപാണ്. പുതുമുഖങ്ങളാണ് ഈ ചിത്രത്തിൽ മുഴുവൻ. അയ്യയ്യ, ഇത് ടെസ്റ്റ് ഡോസ്. ദിലീപ് നിർമ്മിച്ചിട്ടും എന്തുകൊണ്ട് പ്രധാന വേഷത്തിൽ പുതുമുഖങ്ങൾ അഭിനയിക്കുന്നു എന്ന് ചിന്തിച്ച് ആരും മട്ടാവേണ്ട കാര്യമില്ല. ടെസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പിടികിട്ടിയോ? ദോശ ചുടുന്നതിന് മുമ്പ് ദോശക്കല്ല് ചൂടായോ എന്നറിയാൻ ഒരു കുഞ്ഞുതുള്ളി മാവ് നമ്മൾ എടുത്ത് ഒഴിച്ചു നോക്കും. ഇതത്രേ ഉള്ളൂ. ചൂടായോ എന്ന് വന്നോട്ടെ, വിനീത് ശ്രീനിവാസൻ നല്ല സംവിധായകനായിക്കോട്ടെ, ദോശമാവ് തനിയെ വന്ന് ദോശക്കല്ലിൽ കിടക്കുന്നത് കാണാലോ. ഭൂതം എത്ര ദോശക്കല്ല് കണ്ടതാ. എന്താ ഇത് ഇത്ര നേരത്തെ കിടന്നോ? കാല് രണ്ടും വെള്ളത്തിൽ വെച്ച് പഠിച്ചോ, ഉറക്കം വരികയില്ല. പാത്രം നിറച്ച് വെള്ളം എടുത്തിരുന്നെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് തന്നെ കുളിക്കായിരുന്നു. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വന്നാൽ ഇവിടെ കൊടുങ്കാറ്റാണെന്നാ പറയണേ. കാറ്റ് ഓവറായാൽ വീട് പൊളിഞ്ഞു വീഴും. ദേ കിടക്കുന്നു, വാ തുറന്ന നശിക്കുന്ന വർത്താനേ പറയും. മകനാണല്ലേ? എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല. അച്ഛന്റെ എല്ലാ മോശ സ്വഭാവങ്ങളും എനിക്കുണ്ട്. പ്ലീസ് ടു മീറ്റ്. ഇവനെ കൊണ്ടുവന്നതേ അബദ്ധായി. മാറിക്ക്, വേഗം പോവാ. എന്താ? ഒന്നുമില്ല. ആ രമേ, രമേ. ഓ, സിനിമാ വാരിക. ഇത് വായിച്ചു പഠിച്ചാൽ എൻട്രൻസ് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാൻ പറ്റുമോ? ഇതാര് വാങ്ങിച്ചു?